ഓം ശാന്തി. എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന കാര്യം മുതൽ രാത്രി ഉറങ്ങും വരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സദാ സന്തോഷമായിരിക്കാനും സദാ നിങ്ങൾക്ക് ഫ്രഷ് ആയിരിക്കാനും സദാ മോട്ടിവേറ്റഡ് ആയിരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം പ്രഭാതത്തിൽ ഉണരുന്ന സമയം തന്നെയാണ്. ഉണരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഏത് ടൈപ്പ് ഓഫ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നോ അത് അന്നത്തെ ദിവസത്തിൻ്റെ ആരംഭത്തിൻ്റെ ആധാരമാണ്. ആ ടൈപ്പ് ഓഫ് തോട്ട്സ്, ആ ടൈപ്പ് ഓഫ് എനർജി, ആ ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ടും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി അലാം വെച്ച് കിടക്കുക എന്നുള്ളത് എല്ലാവരും ഒരു ശീലമാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കാറ് അലാം അടിച്ചു കഴിയുമ്പോൾ അതിനൊന്ന് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടെ കിടക്കുക എന്നത് പലർക്കും ഉള്ളൊരു ശീലമാണ്. പക്ഷേ നിങ്ങൾക്കറിയോ, സ്വന്തം ആ ഒരു കൊച്ചു ആക്ഷനിലൂടെ നമ്മൾ ഫീലിംഗ് ഓഫ് ഫെയിലിയർ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്ന് നിശ്ചയിച്ചത് നമ്മളാണ്, വേറെ ആരുമല്ല. അതിനുവേണ്ടി അലാം സെറ്റ് ചെയ്ത ആൾ നമ്മളാണ്. എന്നൊരു കാര്യം നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ അത് ആദ്യത്തെ ജയമാണ്. ആ ജയത്തിൻ്റെ സമയത്ത് കുറച്ചൊരു ചെറിയ മടി പിടിച്ചു, കുറച്ചൊരു ഡിസ്റ്റർബ്ഡായി, ഒരു മൂഡില്ല എന്നൊക്കെ ഞങ്ങൾ തിരിച്ചു കിടക്കുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലും നമ്മുടെ ബോധ മനസ്സിൻ്റെ ഉള്ളിലും ഒരു ഫീലിംഗ് ഓഫ് ഫെയിലിയർ നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തെ ഫസ്റ്റ് തോട്ട് ഫീലിംഗ് ഓഫ് സക്സസ് ആയിരിക്കണം. അതുകൊണ്ട് അലാം അടിച്ച വശം ചാടി എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവസത്തിലെ എല്ലാ സമയത്തും ഫ്രഷ് ആവാനും മോട്ടിവേറ്റഡ് ആവാനും ഒരു സക്സസ്ഫുൾ എന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ വളരെ അത്യാവശ്യമാണ്. എത്ര മണിക്ക് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ ആ സമയത്തേക്ക് അലാം വയ്ക്കൂ. ആ സമയത്ത് അലാം അടിച്ചതും അലാം കുറേ സമയം അടിക്കാനല്ല വരുന്നത്. നമ്മുടെ ജൈവ ഘടികാരം സെറ്റ് ചെയ്ത് പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വിശദമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എന്നാലും ആ സെറ്റ് ചെയ്ത സമയം എഴുന്നേറ്റ് അലാം അടിക്കാൻ തുടങ്ങുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ചാടി എഴുന്നേറ്റിരിക്കണം. ആ എഴുന്നേൽക്കുന്ന സമയത്തെ പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കാൻ പറ്റിയാൽ ആദ്യം തന്നെ അലാം അടിക്കാൻ തുടങ്ങണേ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ എണീറ്റു എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അലാം അടിക്കും മുന്നേ ഞാൻ ആ കണ്ണ് തുറന്നപ്പോഴാണ് അലാം അടിച്ചത് എന്നൊക്കെ. ആ ഒരു ദിവസം നിങ്ങൾ അനുഭവിക്കുന്ന ഫീലിംഗ് ഓഫ് സക്സസ് ഒന്ന് വേറെയാണ്. അതേസമയം അലാം അടിച്ചിട്ടോ അറിയാതിരിക്കുമുണ്ടാവുന്ന നമ്മുടെ ഫീലിങ്ങും രണ്ടാണ്. അതുകൊണ്ട് അലാം അടിച്ച് നിങ്ങൾ എഴുന്നേറ്റില്ല എങ്കിൽ ഫീലിംഗ് ഓഫ് ഫെയിലിയർ ആണ് ഉണരുമ്പോൾ ഉണ്ടാവുക. അലാം അടിച്ചുമ്പോൾ ഉണർന്നുവെങ്കിൽ ഫീലിംഗ് ഓഫ് സക്സസ് ആണ്. സിമ്പിൾ കാര്യമാണ്, പക്ഷേ ആ ഒരു ഫസ്റ്റ് തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് അലാം വെക്കുന്ന, എണിക്കാൻ പറ്റുന്ന സമയത്തേക്ക് അലാം വെക്കൂ. അലാം അടിച്ച സമയത്ത് ചാടി എഴുന്നേൽക്കുകയും വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സക്സസ്ഫുളിൻ്റെ ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് ഫീലിംഗ് ഓഫ് ഒരു പവർഫുൾ ആയിരിക്കുന്ന പ്രെയർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപബോധ മനസ്സിനുള്ളിലേക്ക് ഞാൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല എന്നൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സക്സസ്ഫുള്ളാണ് ആ സമയത്തുള്ള മെഡിറ്റേഷൻ അഥവാ ആ സമയത്തുള്ള പ്രെയറൊക്കെ നമുക്ക് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങളെടുത്ത് കുറച്ച് സമയം, പണ്ടത്തെ കാലത്ത് ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഭൂമിയിൽ കാല് വയ്ക്കും മുന്നേ തന്നെ കരാഗരേ വസതേ ലക്ഷ്മി എന്നൊക്കെ പാടിക്കൊണ്ട് അത് ഓർത്ത് ആ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്ത് എഴുന്നേൽക്കാൻ പറയും. ഭൂമിയെ വന്നിച്ചെഴുന്നേൽക്കാൻ പറയും. അപ്പം മനസ്സിനുള്ള ആ ഒരു ഡിവൈൻ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന പോസിറ്റീവ് എനർജി അൺലിമിറ്റഡ് ആണ്. ആ സമയത്ത് ഈശ്വരനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ്ങിലാണ് നമ്മുടെ രണ്ടാമത്തെ തോട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിലോ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരു ബ്ലെസ്ഡ് ആയിരിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവിതം തന്ന, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തന്ന ആ ഈശ്വരനോട് ആദ്യം ഹൃദയംഗമമായിട്ട് താങ്ക്സ് പറയുക. നിങ്ങൾക്കറിയോ, ഒരാളോടുള്ളതായിരിക്കുന്ന നന്ദി ഹാർട്ടിൻ്റെ ഉള്ളിൽ നിറഞ്ഞൊഴുകുമ്പോൾ ഈ ഹൃദയത്തിൽ നന്ദി എത്ര നിറയുന്നോ അത്രയ്ക്ക് നമ്മുടെ കണ്ണും ഹാർട്ടും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് കണ്ണിൽ പോലും വെള്ളം നിറയും. അതുകൊണ്ട് കണ്ണിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ അമൃതധാര ഒഴുകത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഈശ്വരനോട് താങ്ക്സ് പറയാൻ പറ്റുമോ? വളരെ പവർഫുൾ ഫീലിംഗ് ആണ് അത്. നിങ്ങൾ ആ ദിവസം മുഴുവൻ ഒരു അനുഗ്രഹീതമായൊരു ഫീലിംഗ്, എന്ത് നടക്കുമ്പോഴും എനിക്ക് ആ ഒരു ബ്ലെസ്സിങ് ഞാൻ അനുഭവിക്കുകയാണ്, എന്തോ ഒരു സുഖമുള്ള അവസ്ഥ മനസ്സിൽ ഞാൻ ഫീൽ ചെയ്യുകയാണ്, ഇതൊന്നും എന്നെ ടച്ച് ചെയ്യുന്നില്ല, ഞാനൊരു ഡിഫറൻറ്റ് സ്റ്റേജ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോവും ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ. അതുകൊണ്ട് രാവിലെ ഒരു പവർഫുൾ പ്രെയർ അഥവാ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഈശ്വരൻ്റെ സ്മൃതി അത്യാവശ്യമാണ്. ഭഗവാനോട് മാത്രം നന്ദി പറഞ്ഞാൽ പോരാ, നമ്മൾ ആരൊക്കെ ഈ ലോകത്ത് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു, നമുക്ക് ഈ ലോകത്ത് സഹായിച്ചവരോടൊക്കെ താങ്ക്സ് പറയണം. അതുകൊണ്ട് ആദ്യം ഭഗവാനോട്
പിന്നെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വരാനും പ്രവർത്തിക്കാനും ഈ ജന്മം തന്ന, ഈ ശരീരം ഗിഫ്റ്റായി തന്ന, നമുക്ക് ഈ സംസ്കാരം തന്ന, നമ്മളെ പാലന തന്ന ആ ലൗകികത്തിലെ മാതാപിതാക്കളോട് ഹൃദയം കൊണ്ട് നന്ദി പറയുക. ഇത്രയും നല്ലൊരു ജന്മം, ഇത്രയും നല്ലൊരു ജീവിതം, എനിക്കിങ്ങനൊരു ശരീരമെല്ലാം തന്നതിന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു എന്ന് ലൗകികത്തിലെ മാതാപിതാക്കളോട് പറയുക. അതിനുള്ള വേറൊരു സീക്രട്ട് ഉണ്ട്, നിങ്ങൾക്കറിയോ? ലൗകികത്തിൽ അമ്മയോട് ഒരാൾക്ക് താങ്ക്സ് പറയാൻ സാധിക്കുമെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ സ്ത്രീകളെയും അവർക്ക് ആദരിക്കാൻ അറിയും. തൻ്റെ ലൗകികത്തിൽ അച്ഛൻ്റെ അടുത്ത് ഒരാൾക്ക് താങ്ക്സ് പറയാൻ കഴിയുമെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ പുരുഷന്മാരെയും അവർക്ക് ആദരിക്കാൻ കഴിയും. ആദരവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആദരവ് തന്നെത്താൻ നമുക്ക് കിട്ടും. കൊടുത്താൽ കിട്ടുന്ന ഒന്നാണ്, യാചിച്ചാൽ കിട്ടുന്ന ഒന്നല്ല ആദരവ്. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് ഹൃദയംഗമമായിട്ട് ആ സമയത്ത് താങ്ക്സ് പറയുക. പിന്നെ ആരൊക്കെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ, കൂടെയുണ്ടോ, എല്ലാവരോടും നമ്മൾ താങ്ക്സ് പറയുക. നിങ്ങളൊക്കെ തരുന്ന കോപ്പറേഷൻ, നിങ്ങളുടെയൊക്കെ സ്നേഹം, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ താങ്ക്സ്. ഇത്രയ്ക്ക് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷത്തിൻ്റെ പ്രവാഹമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് തോന്നിപ്പോവും നമ്മൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല. ഈ ഭൂമി, ലോകം മുഴുവൻ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് ആർക്കും നമ്മൾ ശത്രുക്കളേ ഇല്ല, ആരും നമുക്ക് ശത്രുക്കളില്ല. ഇവിടെ എല്ലാവരും എന്നെ സഹായിക്കാൻ, എൻ്റെ കൂടെ നിൽക്കാനുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് പോകും. ഇത് ഒരു വലിയ ബ്ലെസ്ഡ് ആയിരിക്കുന്ന മൊമെൻ്റാണ്. നിങ്ങൾ ഫീൽ ചെയ്ത് നോക്കൂ അതിൻ്റെ ഒരു സുഖം. എനിക്കത് നിങ്ങളെ വർണ്ണിച്ച് കേൾപ്പിക്കാൻ സാധ്യമല്ല. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് നിറയുമ്പോൾ എങ്ങനെ ഞാൻ പറയാം, എനിക്ക് പറയാൻ വാക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സത്സംഗം. എപ്പോഴും പറയുമല്ലോ സത്സംഗത്തിൻ്റെ ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണെന്നറിയോ? മറ്റ് സംഘങ്ങളിൽ നമ്മൾ പ്രഭാവം ഉണ്ടാക്കുമ്പോൾ പോലും എന്തെങ്കിലും ആരെങ്കിലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഉള്ള കാര്യമാവാം, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യമാവാം. ഉള്ളതാണെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും, ഇല്ലാത്തതാണെങ്കിൽ അതിനെ എൻ്റെ ഇല്ലാത്ത കാര്യമല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ ഇല്ലാത്തതിന് എന്തിനു സ്വീകരിക്കണം എന്നൊരു മനോഭാവം കൊണ്ടുവരാനും നമുക്ക് സാധിക്കണമെങ്കിൽ പോസിറ്റീവ് തോട്ട്സിൻ്റെ ഒരു നിധി നമ്മളുള്ളിൽ ഉണ്ടായിരിക്കണം. അതിനൊരു പ്രൊഡക്ഷൻ നമ്മൾ നടത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നെവർ മൈൻഡ് ആക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ അതിന് നമ്മുടെ ഉള്ളിൽ നിറച്ചു വയ്ക്കുക. അതുകൊണ്ട് സത്സംഗം, പോസിറ്റീവ് സ്റ്റഡി അഥവാ നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്, വായിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടെ പറയുകയാണ്, ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഫ്രീ ആയിട്ടുള്ള സത്സംഗങ്ങൾ എന്നും നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സെൻറ്ററിൽ പോവാം. കഴിയുമെങ്കിൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഒരു മെമ്പറായിക്കൊണ്ട് പഠിച്ചു നോക്കൂ നിങ്ങൾ. അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് ഈ ജീവിതത്തിൽ. അതുകൊണ്ട് സത്സംഗം നമ്മളോട് സപ്പോർട്ടീവാണ്. അതിനുള്ളതായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യം ഞാനത് പഠിച്ചു, ഞാനത് സ്വന്തമാക്കി എന്ന് നമ്മൾ എപ്പോഴാണ് പറയുക? ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റോട് ചോദിച്ചാൽ അറിയാം, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാബിൽ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കും, ഇത് ശരിയാണോ അല്ലേ. ഒരു കെമിസ്ട്രി സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇത് ഇന്ന ആസിഡും കൂട്ടിയാൽ ഗോൾഡൻ റിങ് വരും. നമ്മൾ പല പരീക്ഷണങ്ങളും പഠിച്ചു. ആദ്യം തിയറി പഠിച്ചു, പിന്നെ ലാബിൽ പോയിട്ട് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ നോക്കി, ആ ഗോൾഡൻ റിങ് കണ്ടു. നമുക്ക് സന്തോഷമായോ, സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ടുണ്ടാക്കിയ ഗോൾഡൻ റിങ് എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. ഒരിക്കൽ ചെയ്തതായിട്ടുള്ള ആ ഒരു നിരീക്ഷണം പിന്നെ അത് മറക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് സ്കൂൾസിലൊക്കെ നമ്മൾ ലാബ് സെറ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രിൻസിപ്പിൾ, എന്ത് കാര്യങ്ങൾ നമ്മൾ രാവിലെ കേൾക്കുന്നുണ്ടോ അതിനെ പ്രാക്ടിക്കലാക്കാനുള്ളതായിട്ടുള്ള പരീക്ഷണശാലയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം, ഇന്ന് ഈ ഒരു തോട്ട് എന്നോട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനൊരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു, ഇങ്ങനൊരു കാര്യം, ഒരു പോസിറ്റീവായിരിക്കുന്ന ലെസൺ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ലൈഫിൽ എവിടെയൊക്കെ ആ സാഹചര്യം വരുമോ അവിടെയൊക്കെ അതിനെ അപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ എത്ര ശതമാനം സക്സസ് ആയി, എത്ര ശതമാനം ഫെയിലിയർ ആയി, ഒരു ചെക്കിങ്ങോട് കൂടെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ സുഖം തോന്നും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഒരു പ്രാക്ടിക്കൽ പരീക്ഷണശാലയാണെന്ന് വിചാരിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും നമുക്ക് പ്രശ്നമാണെന്ന് തോന്നില്ല, പകരം ഒരു പരീക്ഷയാണ്, ഒരു പരീക്ഷണമാണ്. ഈസി ആയിട്ട് ഞാൻ അതിനെ സക്സസ് ആയോ, ഞാൻ ഫെയിലിയർ ആയോ. അവിടെ നമുക്ക് മറ്റൊരാളോടുള്ളതായിട്ടുള്ള നെഗറ്റീവ് ഫീലിംഗ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. എൻ്റെ പരീക്ഷയിൽ ഞാൻ പാസ്സായോ തോറ്റോ എന്ന് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. ഇതാണ് സത്സംഗത്തിൻ്റെ ഗുണം. രണ്ടാമത് നെഗറ്റീവായിരിക്കുന്ന അടുത്ത പോയിൻറ്റും നമ്മൾ തന്നെയാണ് പഠിക്കുന്നത്. അടുത്ത പോയിൻറ്റും നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവായിരിക്കുന്ന വിമർശനങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കണം. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഈ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, രാവിലെ സത്സംഗത്തിൽ പഠിച്ച കാര്യത്തിന് പ്രാക്ടിക്കലാക്കാനുള്ള പരീക്ഷണശാലയാണ് ജീവിതമെന്ന്. ആ പരീക്ഷണശാലയിൽ നിങ്ങൾക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റെല്ലാ കാര്യത്തിനും ടൈം ടേബിൾ ഉണ്ടാക്കും പോലെ
നമ്മുടെ മൈൻഡിന് കൂടി ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കണം. മീൻസ് ഞാൻ 10 to 11 ഏത് ടൈപ്പ് തോട്ട് ക്രിയേറ്റ് ചെയ്യും, 11 to 12 ഏത് ടൈപ്പ് തോട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ തോട്ട്സിന് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും ആ ടൈം ടേബിൾ പ്രകാരം മനസ്സിനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുകയും ചെയ്താൽ ഒരുപാട് എത്ര റിസ്ക്കോ എന്ത് സാഹചര്യമോ വന്നാലും നിങ്ങളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന രീതിയിലൊരു സാഹചര്യം വന്നാലും നിങ്ങൾ ആ താഴ്ന്നതിനേക്കാൾ ഇരട്ടി ഉയരത്തിലേക്ക് മുകളിലേക്ക് കുതിച്ച് ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുള്ള ഒരു മാജിക്കാണ് മനസ്സിന് വേണ്ടി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങൾ, അതുപോലെ തന്നെ ആഹാരത്തിനും അതിന് പ്രാധാന്യമുണ്ട്. ശുദ്ധ ആഹാരം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ കൺട്രോളിങ് വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഡിവൈൻ കിച്ചൺ, പ്രകൃതിയിലത്തെ ആഹാരങ്ങൾ, നമ്മുടെ സ്വന്തം കിച്ചണിൽ ഉണ്ടാക്കിയതായിട്ടുള്ള ആഹാരങ്ങൾ, ഒപ്പം നിങ്ങൾ കഴിയുമെങ്കിൽ അതൊന്നും നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെഷീൻ കിച്ചൺ, കാരണം തോട്ട്സിൻ്റെ എഫക്റ്റ് കുറവുള്ളതായിരുന്ന ഫുഡാണ് ഏറ്റവും നല്ലത്. ആഹാരം ശുദ്ധമാണെങ്കിൽ മനസ്സ് ശുദ്ധമാക്കാൻ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ രാത്രിയിൽ ഉറക്കം, യോഗനിദ്ര എന്ന് പറയും. ഉറങ്ങുന്ന സമയത്ത് ഭഗവാന്റെ ഓർമ്മയിൽ ഉറങ്ങുകയാണെങ്കിൽ ആ അവസാനത്തെ സ്മൃതി രാത്രി മുഴുവൻ ആ ടൈപ്പ് ഓഫ് തോട്ട്സ്, നല്ല നല്ല ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുകയും കുറഞ്ഞ സമയം ഉറങ്ങുമ്പോൾ തന്നെ ഫ്രഷ് ആവാൻ സാധിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇതിനൊന്നും വേണ്ടി നമുക്ക് ഒരുപാട് സമയമോ ഒരുപാട് എഫേർട്ടോ വേണ്ട. ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്കും വളരെയധികം മോട്ടിവേറ്റഡ് ആവാൻ സാധിക്കും, എപ്പോഴും ഫ്രഷ് ആയിരിക്കാൻ സാധിക്കും. അതിനുള്ളതായിരിക്കുന്ന ഊർജ്ജമാണ് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നും എപ്പോഴും നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാനും ഫ്രഷ് ആയിരിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.